വെൽക്കം ടു വൈൽഡ് മാലോ. LDC എക്സാം സ്പെഷ്യൽ ടോപ്പിക്കിൽ കെമിസ്ട്രിയിൽ നിന്ന് മുൻവർഷത്തെ PSC ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികകങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആര്? മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികകങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് ഡോബറൈൻ. ഡോബറൈനാണ് ത്രികകങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡിമിട്രി മെൻഡലിയഫ് ആണ്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡിമിട്രി മെൻഡലിയഫ്. ലോ ഓഫ് ഒക്ടേവസ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് JAR ന്യൂലൻസ്. ലോ ഓഫ് ഒക്ടേവസ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് JAR ന്യൂലൻസ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലിയാണ്. മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയിലെ മൂലകങ്ങളെ ആറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ലോതർ മേയർ ആണ്. ആറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ലോതർ മേയർ ആണ്. ക്രമാവർത്തന നിയമം അതായത് പീരിയോഡിക് ലോ ആവിഷ്കരിച്ചത് മെൻഡലിയഫ് ആണ്. ക്രമാവർത്തന നിയമം ആവിഷ്കരിച്ചത് മെൻഡലിയഫ് ആണ്. അടുത്ത ചോദ്യം, ഇരുമ്പിന്റെ അയിരേത്? ഇരുമ്പിന്റെ അയിരേതാണ്? ഹേമറ്റൈറ്റ് ആണ്. ഹേമറ്റൈറ്റ് ആണ് ഇരുമ്പിന്റെ അയിര്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും. ടൈറ്റാനിയത്തിന്റെ അയിരാണ് ഇൽമനൈറ്റും റൂട്ടൈലും. ഇൽമനൈറ്റും റൂട്ടൈലും ടൈറ്റാനിയത്തിന്റെ അയിരാണ്. തോറിയത്തിന്റെ അയിരാണ് മോണോസൈറ്റ്. തോറിയത്തിന്റെ അയിരാണ് മോണോസൈറ്റ്. ഇരുമ്പിന്റെ അയിരാണ് മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റക്സ്. ഇരുമ്പിന്റെ അയിരാണ് മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റക്സ്. ഇരുമ്പിന്റെ മറ്റൊരു അയിരാണ് ഹേമറ്റൈറ്റ്. ആന്റിമണി അതിന്റെ അയിരാണ് സ്റ്റിപ്നൈറ്റ്. ആന്റിമണിയുടെ അയിരാണ് സ്റ്റിപ്നൈറ്റ്. നിക്കലിന്റെ അയിരാണ് പെൻലാൻഡൈറ്റ്. നിക്കലിന്റെ അയിരാണ് പെൻലാൻഡൈറ്റ്. ആറ്റത്തിലെ അടുത്ത ചോദ്യം, ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം അത് പ്രോട്ടോൺ ആണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം അത് പ്രോട്ടോൺ ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം അത് ന്യൂട്രോൺ ആണ്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോണും നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോണും ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോണുമാണ്. ആറ്റത്തിലെ ഭാരം കൂടിയ കണം എന്ന് പറയുന്നത് ന്യൂട്രോൺ ആണ്. ഭാരം കൂടിയ കണം ന്യൂട്രോൺ ആണ്. ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആണ്. ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ. ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ആറ്റോമിക നമ്പറും തുല്യമായിരിക്കും. ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ആറ്റോമിക നമ്പറും തുല്യമായിരിക്കും. ആറ്റോമിക നമ്പർ നമ്മൾ നോട്ട് ചെയ്യുന്നത് Z എന്ന ലെറ്ററിലാണ്. ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുക മാസ് നമ്പറിന് തുല്യമാണ്. ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് അതിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ നോട്ട് ചെയ്യുന്നത് A എന്ന ലെറ്ററിലാണ്. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്ലി. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്ലി. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ക്ലോറിൻ കണ്ടുപിടിച്ചത് കാൾ ഷീലയാണ്. ക്ലോറിൻ കണ്ടുപിടിച്ചത് കാൾ ഷീലെ. നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റൂദർഫോർഡ് ആണ്. ഡാനിയൽ റൂദർഫോർഡ് ആണ് നൈട്രജൻ കണ്ടുപിടിച്ചത്. കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം കണ്ടുപിടിച്ചത് ആരാണ്? ഹംഫ്രി ഡേവിയാണ്. കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവി. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണ്. ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണ്. കോപ്പറിന്റെ അയിരുകളാണ് മാലക്കൈറ്റും ചാൽക്കൊലൈറ്റും. മാലക്കൈറ്റും ചാൽക്കൊലൈറ്റും കോപ്പറിന്റെ അയിരുകളാണ്. സിങ്കിന്റെ അയിരാണ് സിങ്ക് ബ്ലെൻഡും കലാമൈനും. സിങ്ക് ബ്ലെൻഡും കലാമൈനും സിങ്കിന്റെ അയിരാണ്. നിക്കലിന്റെ അയിരാണ് പെൻലാൻഡൈറ്റ്. പെൻലാൻഡൈറ്റ് നിക്കലിന്റെ അയിരാണ്. യുറേനിയത്തിന്റെ അയിരാണ് പീച്ച് ബ്ലെൻഡ്. പീച്ച് ബ്ലെൻഡ് എന്ന് പറയുന്നത് യുറേനിയത്തിന്റെ അയിരാണ്.
ടിന്നിൻ്റെ അയിരാണ് കാസിറ്ററൈറ്റ്. കാസിറ്ററൈറ്റ് ഈ ടിന്നിൻ്റെ അയിരാണ്. ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് മോസ്ലി ആണ്. ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് മോസ്ലി ആണ്. മുൻവർഷത്തെ 6 ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നോക്കിയത്. താങ്ക്സ് ഫോർ വാച്ചിങ്.